ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് അച്ഛൻ തന്നെ പറ. രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ ഇടവക്കാരെ മുഴുവൻ വെറുപ്പിച്ച് നിനക്ക് നിന്റെ പ്രേമവുമായി മുന്നോട്ട് പോകാം. അപ്പൊ പഴയ പോലെ ജോണിക്കുട്ടി മാത്രമല്ല, സ്തുതിയായിരിക്കട്ടെ, ഈ ഇടവകയിലെ മറ്റു പലരും നിനക്കിട്ട് പെരുക്കും. പരുക്കൊന്നും പറ്റാതെ കർത്താവ് നിന്നെ രക്ഷിക്കട്ടെ. അച്ഛൻ ദൈവികമായി എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തരുത്. ഭീഷണി അല്ല മകനെ. സ്കൂളിൽ പടാ. നിനക്ക് കൊള്ളാൻ പോകുന്ന ചില സത്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ മാർഗം വളരെ മഹനീയമാണ്. ഇടവക്കാർക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, സർവോപരി പുണ്യാളന്റെ പൊന്നും കുരിശിന് വേണ്ടി നീ മേരിയെ അങ്ങ് മറക്കുക. പൊന്നും കുരിശെന്ന് കേട്ടപ്പോ അച്ഛനും കാലും അറിയല്ലേ. ത്യാഗം കൊണ്ടേ വലിയവനാകൂ. ത്യാഗം? എനിക്കിപ്പോ അങ്ങനെ വലിയവനാകണ്ട. സ്നേഹിച്ച പെണ്ണിന്റെ മനസ്സിന്റെ പറിച്ചു കളയാൻ പറ്റാത്തൊരു സാധാരണ കപ്പിയാരാണ് ഞാൻ. അച്ഛോ, കപ്പിയാർ എന്ന വാക്കിൽ തന്നെ ഉണ്ടത്. എന്നതാ? പിയാർ, കപ്പിയാർ. എന്റെ വികാരങ്ങളില്ലാത്ത വികാരിച്ചിന് പറഞ്ഞ മനസ്സിലാവില്ല. അവളെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. എങ്കിൽ മരണം അതാരുടെ കൈകൊണ്ടാണെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അച്ഛോ.